പ്രാദേശിക സമിതികളാണ് ക്ഷേത്രങ്ങളുടെ വികസനങ്ങളിൽ മുഖ്യ പങ്കുവഹിക്കുന്നത് എന്ന് ഗുരുവായൂർ ദേവസ്വം അഡ്മിനിസ്ട്രേറ്റീവ് കെ.പി. വിനയൻ. ചെങ്ങൽ ശ്രീകൃഷ്ണക്ഷേത്രക്കുളം നവീകരണത്തിൻ്റെ ശിലാസ്ഥാപനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഗുരുവായൂർ ദേവസ്വം ബോർഡ് നൽകി വരുന്ന ക്ഷേത്ര പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾക്കുള്ള സാമ്പത്തിക സഹായങ്ങൾ ക്ഷേത്രങ്ങൾക്കുള്ള ഭഗവാന്റെ കൈനീട്ടമാണ് എന്നും അതുവഴി മറ്റുള്ളവരുടെ സഹകരണം കൂടി ലഭിക്കുമ്പോഴാണ് പുനരുദ്ധാരണം നടപ്പിലാവുന്നതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ക്ഷേത്രക്കുളത്തിൻ്റെ നവീകരണ ചടങ്ങിൻ്റെ ഉദ്ഘാടന കർമ്മത്തിൽ ബ്രഹ്മശ്രീ വാഴക്കോട്ട് ശങ്കരൻ നമ്പൂതിരി ഭദ്രദീപം കൊളുത്തി. ഒരിക്കൽ പോലും എനിക്ക് വരാൻ വേണ്ടി സാധിച്ചില്ല. ഞാൻ അമ്പലങ്ങളെ കുറിച്ചിട്ടോ അതിന്റെ സാമ്പത്തിക സ്ഥിതിയെ കുറിച്ചിട്ടോ കൂടുതലായി മനസ്സിലാക്കുന്നത് സത്യം പറഞ്ഞാൽ ഗുരുവായൂർ ക്ഷേത്രത്തിന്റെ ഗുരുവായൂരപ്പന്റെ മുഖ്യ കാര്യസ്ഥനായിട്ട് ചുമതലയെടുത്ത വേളയിൽ മാത്രമാണ്. ക്ഷേത്രങ്ങളുടെ സമ്പന്നമായ ക്ഷേത്രങ്ങളെ കുറിച്ച് ഞാൻ കണ്ടിട്ടുണ്ട്. അതീവ ദാരിദ്ര്യത്തിൽ ഒഴുകുന്ന അമ്പലങ്ങളെ കുറിച്ചിട്ട് രണ്ട് രീതിയിലും എനിക്ക് കാണാൻ വേണ്ടി സാധിച്ചു. ഗുരുവായൂർ ക്ഷേത്രം ക്ഷേത്ര പുനരുദ്ധാരണത്തിനും അതേപോലെ തന്നെ അനുബന്ധമായിട്ടുള്ള കാര്യങ്ങൾക്കും ധനസഹായം നൽകാൻ തുടങ്ങിയത് 1978 കാലങ്ങളിലാണ്. ക്ഷേത്രമൊക്കെ അതൊരു കത്തിപ്പെടുത്തുണ്ടായിരുന്നു ഗുരുവായൂർ അമ്പലത്തിൽ. അതിനുശേഷം അവിടെ നല്ല സാമ്പത്തിക സ്ഥിതിയായപ്പോഴാണ് മോശമായ സ്ഥിതിയിലുള്ള അമ്പലങ്ങളെ സഹായിക്കണം എന്നുള്ളൊരു അന്നത്തെ കമ്മിറ്റിയുടെ തീരുമാനപ്രകാരമാണ് കാലാകാലങ്ങളായിട്ടുള്ള ധനസഹായത്തിന് അപേക്ഷിച്ചെടുക്കുകയും കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. 30,000 രൂപ മുതൽ 1,00,000 രൂപ വരെ കൊടുക്കുന്നതാണ് ഗുരുവായൂർ ക്ഷേത്രത്തിന്റെ ഇന്നത്തെ ധനസഹായം. കഴിഞ്ഞ 2 വർഷം, ഒരു വർഷം 5 കോടി രൂപയാണ് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഉള്ള ക്ഷേത്രങ്ങൾക്കുള്ള ധനസഹായം കൊടുത്തു വരുന്നത്. ഗുരുവായൂരപ്പൻ തരുന്നത് ഒരു കൈനീട്ടമാണ്. അത് വരുമ്പോഴും വിവിധ ഭാഗങ്ങളിൽ നിന്ന് അവിടെ എത്തുന്നതാണ് അതിന്റെ മുതൽക്കൂട്ട്. ഇത്തവണത്തിന്റെ അപേക്ഷ അമ്പലങ്ങൾ നന്നാവണമെങ്കിൽ എന്ത് വേണം? അവിടെ ഇത് ശക്തമായിട്ട് നടത്തിക്കൊണ്ടാവുന്ന ഒരു പ്രാദേശികമായിട്ടുള്ള കൃത്യമായിട്ടുള്ള സമിതികൾ ഉണ്ടായിരിക്കണം. അല്ലാണ്ട് ഒരു സ്ഥലത്ത് ഗുരുവായൂരിന്റെ ആൾക്ക് ഒരുപാട് പൈസ കൊണ്ടുപോയി കൊടുത്തിട്ട് നന്നാക്കാനൊന്നും പറ്റില്ല. ഒരു അമ്പലം തന്നെ നന്നാക്കാൻ വേണ്ടി സാധിക്കില്ല. അവിടെയുള്ള പ്രാദേശിക സമിതികൾ ഏറ്റെടുത്ത് വളരെ നല്ല രീതിയിൽ അത് കൊണ്ടുപോകുന്നുണ്ടെങ്കിൽ അതിലൊരു സഹായം ഗുരുവായൂരപ്പന്റെ ഒരു കയ്യൊപ്പ് കൂടി എല്ലാത്തിനും കൊടുക്കാൻ വേണ്ടി മാത്രമേ സാധിക്കുള്ളൂ. ഗണിതമാണ് ഈ ഒരു കുളം നവീകരിക്കപ്പെടും എന്നതിന്റെ എന്റെ ഒരു ആത്മവിശ്വാസത്തിന് കാരണം. അതിന് നിങ്ങൾക്കും അമ്പലത്തിനും എല്ലാവർക്കും ഗുരുവായൂരപ്പന്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ വാക്കുകൾ. ചടങ്ങിൽ ക്ഷേത്ര സംരക്ഷണ സമിതി പ്രസിഡന്റ് കെ.ടി. മനോഹരൻ അധ്യക്ഷത വഹിച്ചു. ഗുരുവായൂർ അഡ്മിനിസ്ട്രേറ്റീവ് കെ.പി. വിനയന് ക്ഷേത്ര സംരക്ഷണ സമിതി പ്രസിഡന്റ് കെ.ടി. മനോഹരൻ പൊന്നാട അണിയിച്ചു. ക്ഷേത്ര സംരക്ഷണ സമിതി സെക്രട്ടറി നിഷാദ് കാപ്പാടൻ, കെ. കൃഷ്ണൻ, പനച്ചിക്കൽ ബാലകൃഷ്ണൻ, എ. മഹേഷ്, ഷീന ബാലകൃഷ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു. ഞാൻ വിശ്വസിക്കുന്നത് നമ്മുടെ ക്ഷേത്ര സ്ഥാനത്തിന്റെ പ്രത്യേകത തന്നെയാണ് എന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു. അതുപോലെ തന്നെ അമ്മയുടെ സാന്നിധ്യമുണ്ട്. ആ അമ്മയുടെ സാന്നിധ്യമാണ് നിങ്ങളാണ് ഈ ക്ഷേത്രത്തിന്. ഇവിടുത്തെ മാതൃസമിതിയും ഇവിടുത്തെ സഹോദരികളും അമ്മമാരുമാണ് ഈ ക്ഷേത്രത്തിന് വളർത്തിയത്.